മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥാ പഠന ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് അഭിലാഷിനെ എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ആദരിച്ചു. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2025-2026 സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതികൾക്ക് മുൻഗണന നിശ്ചയിക്കുന്നതിനും വികസന തന്ത്രങ്ങൾ മെനയുന്നതിനുമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കരട് കാരണം നമ്മൾ വാർഡ് തലത്തെ ഗ്രാമസഭ കൂടി അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങളെ കോർത്തിണക്കി നമ്മൾ ആസൂത്രണ സമിതി വിളിച്ചുകൂട്ടി പഞ്ചായത്ത് തലത്തിൽ വളരെ വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ചർച്ചകൾ നടത്തിയാണ് ഒരു കരട് നമ്മൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ആ കരട് രേഖയിൽ മാറ്റം വരുത്തണം, കൂടുതൽ വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ടോ, അതെല്ലാം ഇന്ന് നിങ്ങളുടെ നല്ല ചർച്ചയിലൂടെ ഒരു വികസന സെമിനാർ വരുമ്പോൾ പദ്ധതികൾ കരട് രേഖ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം ഭേദഗതികൾ വരുത്താം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ സമ്പൂർണ്ണമാക്കി ആദ്യം തന്നെ ജില്ലാ പഞ്ചായത്തിൽ 100% ഫണ്ട് ചിലവഴിച്ചുകൊണ്ടാണ് തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. നമുക്ക് ആലപ്പുഴ ജില്ലയിൽ തെക്കേക്കര പഞ്ചായത്ത് 1ാം സ്ഥാനത്ത് എത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ആരോഗ്യ മേഖല എടുത്തു നോക്കിയാലും, ശുചിത്വ മേഖല എടുത്തു നോക്കിയാലും, കാർഷിക മേഖല എടുത്തു നോക്കിയാലും, പശ്ചാത്തല മേഖല എടുത്തു നോക്കിയിരുന്നാലും, ഏത് മേഖല എടുത്തു നോക്കിയിരുന്നാലും അവിടെയെല്ലാം ഏറ്റവും നല്ല വികസനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എവിടെയെങ്കിലും ചെറിയ ചെറിയ പോരായ്മകളോ ന്യൂനത അതുകൂടെ പൂർത്തീകരിച്ച് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഗ്രാമവാസികൾ നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ചർച്ചകൾ നടത്തി നല്ല കാഴ്ചപ്പാടോടുകൂടി ഈ വികസന സെമിനാറിനെ നിങ്ങൾ പിന്തുണയ്ക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ FSTP പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഇത് നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്, നാളത്തെ തലമുറയുടെ ആവശ്യമാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം പ്രശ്നമാണ്. ഇനി തെക്കേക്കര പഞ്ചായത്തിൽ നിന്നാണ് ഒരാൾ, അത് ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ഒരാളത്തൊരു മാലിന്യം കൊണ്ട് സംസ്കരിക്കുന്നതുമായി മാലിന്യം സംസ്കരിക്കല്ല, അവിടെ കൊണ്ട് നിട്ടിട്ട് പോയി അയാളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 25,000 രൂപ ഫൈൻ ഈടാക്കുന്നു. എന്നെ വിളിക്കുന്നു, വേറെ ഇടത്താണ് കൊണ്ടില്ല, ഞാൻ ആരാണോ എന്താണോ എന്ന് പറയുന്നത്. പക്ഷെ തെക്കേക്കര പഞ്ചായത്തിൽ നിന്നാണ് പോയത്. കുറച്ച് സ്ഥലം ഏറെ ഉണ്ട്, അത് കൊണ്ടിട്ട് കൊച്ചിൻ്റെ വേസ്റ്റാണ് കൊണ്ടിട്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 8 വോട്ട് ഞാൻ തരത്തില്ല എന്നാണ് പറഞ്ഞു. തെക്കേക്കര പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ അങ്ങനെ കൊണ്ടിട്ടവരാണ്. പക്ഷെ ഇത് നമ്മളിത് ആരോടാണ്? ഇപ്പം ഞാനൊന്ന് എന്നെ ഏൽപ്പിച്ചത് നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്ത് ഇവിടേക്ക് ഇരുത്തിയിരുന്നു. പ്രസിഡന്റ് അങ്ങനെ, ജനപ്രതിനിധി അങ്ങനെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷനായി. പ്രമുഖ കാലാവസ്ഥാ പഠന ശാസ്ത്രജ്ഞനും കൊച്ചിൻ സർവകലാശാലയിലെ അന്തരീക്ഷ റഡാർ വിഭാഗം മേധാവിയുമായ ഡോക്ടർ എസ് അഭിലാഷിനെ എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ആദരിച്ചു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകുന്നതിനും ജനകീയമായ ദുരന്തങ്ങളെ തരണം ചെയ്യുന്നതിനുമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചതിന് ഇന്റർനാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോൺഗ്രസിന്റെ പുരസ്കാരങ്ങൾ തെക്കേക്കരക്കാരനായ ഡോക്ടർ എസ് അഭിലാഷിന് ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ആദരവ്. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള ദേവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി അജിത്ത്, ജയശ്രീ ശിവരാമൻ, ബി രാധാകൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ ടി.എം. സുകുമാരബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ CDS ചെയർപേഴ്സൺ തുളസിഭായ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി A.K. സിനി, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.